ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ ഓഫീസിലിരിക്കുമ്പോൾ ഒരു ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഫോൺസിയോട് ഒന്ന് സംസാരിക്കണം കുറച്ച് നേരം എന്ന് പറഞ്ഞു. എനിക്ക് അത്ര അടുത്ത പരിചയമുള്ള ആളൊന്നുമല്ല. ഒരു 3-4 വർഷമായിട്ട് സംസാരിച്ചതല്ലേ, പക്ഷെ അറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും, അത്രയേ ഉള്ളൂ. എനിക്ക് അവരുടെ ഫാമിലിയോ എൻ്റെ ഫാമിലിയെ പറ്റി അവർക്കോ ഒന്നും അങ്ങനെ കാര്യമായിട്ട് അറിയില്ല. അങ്ങനെ ഒരു 2 മണിക്കൂറോളം അവർ വന്നു. ഞങ്ങൾ പാർക്കിൽ പോയി 2 മണിക്കൂറോളം ഇരുന്ന് സംസാരിക്കേണ്ടായി. അപ്പോൾ വന്നപ്പോൾ അവരുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ശ്വാസം വലിക്കുന്ന പോലെയും ഭയങ്കര ടെൻഷൻ, ഇവൻ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ എവിടെ ഒട്ടും പരിസരബോധമില്ലാത്ത പോലെയൊക്കെ ഇങ്ങനെ. അങ്ങനെ ഞങ്ങൾ ഒരു 2 മണിക്കൂറോളം കണ്ടിന്യൂസ് അവർ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ശ്രദ്ധ ഇങ്ങനെ ചിലപ്പോൾ ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ എൻ്റെ ശ്രദ്ധ മാറണം. അപ്പോൾ എന്നോട് ചോദിക്കും, ഫോൺസി ഓക്കെ അല്ലേ, ഫോൺസി കേൾക്കുന്നില്ലേ, ഫോൺസി എന്താ അങ്ങോട്ട് നോക്കി എന്നൊക്കെ എന്നോട് ഇറക്കി. അതായത് കംപ്ലീറ്റ് അറ്റൻഷൻ അവർക്ക് വേണമെന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഒരു 2 മണിക്കൂർ സംസാരിച്ചതിൻ്റെ ഇടയിൽ ഞാൻ അതിൻ്റെ ഇടയിൽ വളരെ കുറവ് 1-2 സെൻറ്റൻസസേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞ അവസാനം ഞാൻ പറയുന്നുണ്ട്, ചേച്ചീനെ എനിക്ക് എങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് അറിയില്ല എന്ന്. കാരണം അവരുടെ കുടുംബത്തിൽ, നമ്മൾ ഈ ലോകത്ത് കേൾക്കുന്ന മിക്ക പ്രശ്നങ്ങളും അവരുടെ കുടുംബത്തിലുള്ളത് പോലെ എനിക്ക് തോന്നി. പക്ഷേ അവർ ഈ ചെസ്സ് കളിക്കുന്ന പോലെ, കരുക്കൾ നീക്കുന്ന പോലെ ഓരോ പ്രശ്നങ്ങൾക്കും അവർ പരിഹാരം കണ്ട ആ കുടുംബത്തെ ചേർത്ത് നിർത്തിയായിരുന്നു. പക്ഷേ തിരിച്ചു പോകുമ്പോൾ ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഹാപ്പി ആയിട്ട് തമാശയും ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകും. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ഭുതം തോന്നി. കാരണം ഇത്രയും പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോയിട്ട് അവർ ഇതുപോലെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടല്ലോ എന്ന്. ഞാൻ പറയാനായിട്ടുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ, പലപ്പോഴും നമ്മുടെ അടുത്തേക്ക് അവരുടെ പല വ്യക്തികളുടെയും പ്രശ്നങ്ങൾ പറയാനായിട്ട് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അവർക്ക് വേണ്ടത് സത്യം പറഞ്ഞ ഒരു വെന്റിലേഷൻ മാത്രമാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും ഹാൻഡിൽ ചെയ്യുന്ന രീതി അത് വളരെ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ചെയ്യാറ്. ഈ ചേച്ചിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രശ്നങ്ങളൊന്ന് കേൾക്കാൻ ഒരു മനസ്സ്, ഇനിയും അവിടേക്ക് തന്നെയാണ് ചെല്ലുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു കുറച്ച് ധൈര്യമൊക്കെ സംഭരിച്ച്, അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആക്കി പോകുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ പലപ്പോഴും പലരും പ്രശ്നം പറയാൻ വരുമ്പോൾ, അപ്പോൾ ഒരു വ്യക്തി പ്രശ്നം പറഞ്ഞു തുടങ്ങുമ്പോൾ ഉടനടി നമ്മൾ ചിലപ്പോൾ പ്രതികരിക്കുക, ഇതാണോ ഇത്ര വലിയ കാര്യം, ഇതിലും വലിയ പ്രശ്നത്തിൽ കൂടിയാണ് ഞാൻ കടന്നു പോകുന്നതെന്ന് പറഞ്ഞു പിന്നെ വന്ന വ്യക്തി നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരുന്നൊരവസ്ഥ. അതൊരു കൂട്ടർ. രണ്ടാമത്തെ കൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറ്റപ്പെടുത്തുന്ന കൂട്ടർ. അതായത് ആ വ്യക്തി ഇപ്പോൾ അതിന് മുൻപ് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല കേട്ടോ, നിങ്ങൾ ഇന്ന രീതിയിൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ എന്തുകൊണ്ടോ അവർ ചെയ്തില്ല. അപ്പോൾ അവർ വേറൊരു സ്റ്റെപ്പൊക്കെ എടുത്തു, അങ്ങനെ പ്രശ്നത്തിൽ ചെന്ന് പെട്ടു എന്ന് വിചാരിച്ചു. ഉടനടി ഈ കേൾക്കുന്ന വ്യക്തി പറയുന്നത്, ഞാൻ അന്നേ പറഞ്ഞാൽ നിങ്ങളോട്, അതായത് ശവത്തിൽ കുത്താന്ന് പറയാം, കഴിഞ്ഞ കാര്യം കഴിഞ്ഞു, പിന്നെയും അവർ കുത്തി പറഞ്ഞിങ്ങനെ അവരെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുക. പിന്നെ വേറൊരു കൂട്ടരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് നോക്കും. അത് എനിക്കും ഉണ്ടായിരുന്നു ആ സ്വഭാവം. അതായത് ഇപ്പോൾ ഞാൻ ആ പ്രശ്നത്തിൽ കൂടി കടന്നുപോയ ഒരു വ്യക്തിയാണെങ്കിൽ, ഞാൻ എടുത്ത ആ ഒരു സ്റ്റെപ്പ് നിങ്ങളും എടുക്ക് എന്നുള്ള രീതിയിൽ, നിങ്ങളത് എടുത്തേ മതിയോ, നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ. പക്ഷേ പലപ്പോഴും ഞാൻ കടന്നുപോയ അല്ലെങ്കിൽ ഞാൻ ഹാൻഡിൽ ചെയ്ത രീതിയിലുള്ള വ്യക്തികളായിരിക്കില്ല ആ മറ്റേ വ്യക്തി ഹാൻഡിൽ ചെയ്യുന്നത്. ആ എൻവയോൺമെൻറ്റും സിറ്റുവേഷനും വ്യക്തികളും അല്ലെങ്കിൽ മനോധൈര്യം ഇതൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും എല്ലാ വ്യക്തികൾക്കും. അപ്പോൾ ആ സെയിം സൊല്യൂഷൻ ചിലപ്പോൾ അവിടെ മറ്റേ ആൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അത് ഡിഫറെൻറ്റ് സിറ്റുവേഷൻ ഒന്നായിരിക്കാം, പക്ഷേ വ്യക്തികളും സാഹചര്യങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കാം. വേറൊരു കൂട്ടരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിവില്ലായ്മ എന്ന് പറയും. അതായത് പ്രശ്നങ്ങൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത് നിന്റെ കഴിവില്ലായ്മ കൊണ്ടാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നവരുണ്ട്. വേറൊരു കൂട്ടരുണ്ട്, ഈ പ്രശ്നങ്ങൾ മുഴുവൻ വളരെ ഭംഗിയായിട്ട് കേൾക്കും, നമുക്ക് കൂടെ നിൽക്കുന്ന പോലെ തോന്നും, നമ്മളെ സപ്പോർട്ട് കൈ പിടിച്ച് വെക്കുന്ന പോലെ തോന്നും. പക്ഷേ അവസരം വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ശരിക്കും നമുക്കെതിരെയായിട്ട് അത് പ്രയോഗിക്കാനായിട്ട് തുടങ്ങും. ചിലവരുണ്ട്, അതായത് ഈ പ്രശ്നങ്ങളൊന്നും കേൾക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരുടെ വീട്ടിലൊരു മെയ്ഡ് വരുമായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ആ മെയ്ഡിനെ ഒഴിവാക്കി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് ചെയ്യാന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറയാണ്, ഈ മെയ്ഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പറയാനേ അവർക്ക് നേരമുള്ളൂ, ഇത് മുഴുവൻ ഞാനിരുന്ന് കേൾക്കണം. പിന്നെ എനിക്കാണ് അതിൻ്റെ പ്രശ്നം, എനിക്ക് രാത്രി ഒന്നും കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല, എൻ്റെ മാനസികാവസ്ഥ വളരെ മോശമാകുക എന്നുള്ള രീതിയിൽ. അതായത് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ വേണമെങ്കിൽ ഹാൻഡിൽ ചെയ്ത് എൻ്റെ അടുത്തേക്ക് വരേ വേണ്ട എന്ന് പറഞ്ഞ് അവോയ്ഡ് ചെയ്യുന്ന ആൾക്കാരും നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ കേൾക്കാൻ മനസ്സുണ്ടെങ്കിൽ കേൾക്കുക. അവർക്ക് വേണ്ടത് ഒരു ചിലപ്പോൾ സൊല്യൂഷൻ ആയിരിക്കില്ല. അഥവാ സൊല്യൂഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ എനിക്ക് തോന്നിയത് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുക. ആ സിറ്റുവേഷൻ ഇങ്ങനെ രീതിയിൽ പല ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് തന്നെ ആ സൊല്യൂഷൻ അവരുടെ മനസ്സിൽ നിന്ന് വരും. അല്ലെങ്കിൽ അവർ ആരോടെങ്കിലും ഇങ്ങനെ ഷെയർ ചെയ്ത് കഴിയുമ്പോൾ എന്താ പറയുക, ആ മനസ്സിലുള്ള ദുഃഖങ്ങളൊക്കെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുക്കാനുള്ള ഒരു ധൈര്യമോ അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ ഉണ്ട് എന്നുള്ളൊരു ധൈര്യം അവർക്കൊക്കെ കിട്ടും. അതുപോലെ നമ്മൾ ആരോടെങ്കിലും പ്രശ്നങ്ങൾ പറയുകയാണെങ്കിൽ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്ന വ്യക്തികൾ, ഇപ്പോൾ ഈ ചേച്ചി വളരെ ബുദ്ധിപൂർവ്വമാണ് സെലക്ട് ചെയ്തത്. കാരണം എനിക്ക് ആ ചേച്ചിയുടെ റിലേറ്റീവ്സിനെയോ ഫ്രണ്ട്സിനെയോ ആരും അറിയില്ല, അവരുടെ ഫാമിലിയോ ഒന്നും അറിയില്ല. അപ്പം അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ഏതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയേ മതിയാവൂ. എങ്കിൽ നമുക്ക് പറ്റുന്ന ഹെൽപ്പ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ, തുറന്ന മനസ്സും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനായിട്ട് തുറന്നൊരു ചെവിയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ആ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് സാധിച്ചെന്ന് വരും. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ബൈ.